ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റവയും കൊണ്ട് ഒരു ദോശയാണ്. രാവിലത്തെ ഒരു പ്രഭാത ഭക്ഷണം. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു കപ്പ് എടുത്തു. അതിനകത്ത് ഏകദേശം 1.5 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത റവയാണ് ഞാൻ എടുക്കുന്നത്. വറുത്തതായാലും കുഴപ്പമില്ല. അതേ സെയിം ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് തൈരും എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈര്. അപ്പം നമുക്ക് ലൂസാണെങ്കിൽ ഒരു 2 ഗ്ലാസ് വരെ എടുക്കാം. ഇത് കട്ടിയുള്ളതായതുകൊണ്ട് ഞാൻ 1.5 ഗ്ലാസ് എടുത്തു. 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ഇട്ട് ഈ വെള്ളവും തൈരും ഉപ്പും കൂടെ നമുക്ക് ഒന്ന് കുഴച്ച് ഒരു തിക്ക് ബാറ്ററാക്കി നമുക്കൊരു കുതിരാനായിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് കുറച്ച് പച്ചക്കറികൾ ആവശ്യമാണ്. ഒരു 5-6 ബീൻസ്, ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, ഒരു ചെറിയ 2 സവാള ഉള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്ത് ഈ റവയുടെ മിക്സിനകത്തിടാം. അതിന് ശേഷം ഇഞ്ചി ചെറുതായിട്ട് അരിയണം, അതും അരിഞ്ഞിടാം. ഇനി നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് അരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് അല്പം കറിവേപ്പില അരിഞ്ഞിടാം. ഇനി നമുക്ക് അല്പം മല്ലിയില അരിഞ്ഞതും കൂടി ഇടാം. അതിന് ശേഷം ഈ റവയുടെ മിക്സും പച്ചക്കറി മിക്സും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കുടിച്ച് വീണ്ടും ഒന്നുകൂടെ ഇത് കുഴച്ചെടുക്കാം. നമുക്ക് വീണ്ടും അത് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കുഴച്ചെടുത്ത് ഇതാ ഈ പരുവത്തിലായിട്ടുണ്ട്. ഒത്തിരി കട്ടിയായിട്ടില്ല, ഒത്തിരി ലൂസായിട്ടുമില്ല. ഒരു തിക്ക് ബാറ്ററായിട്ട് നമുക്കെടുത്ത് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് റവയുടെ മിക്സ് നമുക്ക് ഓരോ തവി കോരി ഒഴിക്കാം. ഇച്ചിരി കട്ടിയായിട്ട് കോരി ഒഴിക്കണം. ഒത്തിരി അങ്ങ് പരത്തി തിന്നാക്കരുത്, കനം കുറയ്ക്കരുത്. ഇച്ചിരി കട്ടിയായിട്ട് തന്നെ ഒഴിച്ച് വയ്ക്കുക. അതിന് ശേഷം അതിൻ്റെ മേളിൽ വെള്ളമെല്ലാം വലിയുന്ന ഒരു പരുവമുണ്ട്. ആ പരുവാകുമ്പോൾ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് തിരിച്ചിടാം. തിരിച്ച് മറിച്ചിട്ട് 2 സൈഡും മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ റവ ദോശ തയ്യാറായി കഴിയുന്നു. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു റവ ദോശയാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഓക്കേ, ബായ്.